ചിന്നക്കനാലിലും കാട്ടാന ആക്രമണം. ചക്കക്കൊമ്പനാണ് ആക്രമണം നടത്തിയത്. 301 കോളനിയിൽ 2 വീടുകൾ കാട്ടാന തകർത്തു. ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവ സമയം ഇരു വീടുകളിലും ആളില്ലായിരുന്നു. ഇന്ന് ഉച്ചയോടെ വീട്ടുകാർ എത്തിയപ്പോഴാണ് ആക്രമണം നടന്ന വിവരം അറിയുന്നത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഇടുക്കിയുടെ സമസ്ത മേഖലകളിലും നിലവിലിപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം. ചിന്നക്കനാൽ 301 കോളനിയിലാണ് നിലവിലിപ്പോൾ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 വീടുകൾ ആന തകർത്തു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ചക്കക്കൊമ്പനാണ് അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകൾ നൽകുന്ന വിവരം. ഈ മേഖല കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ ഉണ്ടായിരുന്നു. ഈ ആക്രമണം നടന്ന സമയം ഈ വീടുകളിൽ ഇരു വീടുകളിലും ആളുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ വലിയൊരു അപകടമാണ് ഒഴിവായത്. അതായത് ഒരു വീടിന്റെ പിൻഭാഗവും ഒരു വീടിന്റെ മുൻഭാഗവുമാണ് ആന തകർത്തത്. ഈ തകർത്തിട്ടുള്ളത് കല്ലുപറമ്പിൽ സാവത്രി സുകുമാരൻ, അതുപോലെ തന്നെ ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇവർ തിരികെ 301 കോളനിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. ഈ സമയത്താണ് ഇത്തരത്തിൽ വീടിന്റെ ഒരു വശങ്ങൾ 2 വശം ഇത്തരത്തിൽ തകർന്ന നിലയിൽ കാണുന്നത്. ഇതേ തുടർന്ന് ഇവർ മറ്റ് പ്രദേശവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. ചക്കക്കൊമ്പൻ നിലവിൽ ഇപ്പോൾ ഈ ഒരു ജനവാസ മേഖല, അതായത് 301 കോളനിയിലെ ജനവാസ മേഖലയിൽ നിന്ന് മാറി ഒരു ചോലയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വിവരം. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ മറ്റൊരു കാട്ടാനക്കൂട്ടവും നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ചൂട് കൂടുതൽ കൊണ്ട് തന്നെ ഈ ആലിടങ്ങൾ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് ഈ ചിന്നക്കനാലിൽ നിന്ന് കൂടുതൽ ആനകൾ എത്താനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കണമെന്നൊരു ആവശ്യം നാട്ടുകാർ മുമ്പോട്ടും വയ്ക്കുന്നുണ്ട്. ശരി.